ഉണ്ടെങ്കിൽ പുള്ളി അവിടെ വന്നത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പുള്ളി വിളിക്കും. പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മറുപടി ഇല്ല. പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മറുപടി ഇല്ല. ചാക്കോ മാപ്പിളേനെ വെട്ടിച്ച് പിന്നെ വിളിയില്ല. ഒരു ഏത്തക്കൊല കണ്ട് അതിന് 50 പൈസ ഉള്ളെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ചാക്കോ അതിന് 6 അണ പറയും. 8 അണ വില ഉണ്ടെങ്കിൽ 6 അണ പറയും. 6 അണ കൂടുതൽ അവിടെ ആരും വിളിക്കത്തില്ല. സൊസൈറ്റിയുടെ സ്റ്റാൻഡിങ് അങ്ങനെയാണ്. അപ്പൊ പുള്ളി ഞാൻ എന്നെ കൊണ്ട് എടുപ്പിക്കത്തില്ല കേട്ടോ. എന്റെ എടുപ്പ് ഈ കൊരണ്ടി ഈ കൊരണ്ടിയായിട്ട് വീട്ടിൽ കൊണ്ടാക്കി അപ്പൊ കൂടാ വീട്ടിൽ പോയി വല്ല കഴുകി. അവിടെ കഴിക്കാൻ ഇല്ലാച്ചിട്ടല്ല, അപ്പഴത്തേക്ക് കഴിക്കത്തേ ഉള്ളു. എനിക്ക് തരത്തില്ല. വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. ഞാൻ വീട്ടിലോട്ട് ഒന്നും ഞാൻ ഇപ്പോഴും ചിലതൊക്കെ ഞാൻ അമ്മായിയോട് പറയും. അപ്പച്ചൻ്റെ ഒരു പാത്രമുണ്ട്. നമ്മൾ ഈ പിസ്സ കട ചെല്ലുമ്പോഴത്തേക്ക് അതിനകത്ത് ചോറുണ്ട്. കാരണം ഈ രാവിലത്തെ ഈ ഞാൻ കൊണ്ട് കൊടുക്കുന്നത് കാട്ടു പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ വല്ല കപ്പ ചട്ടി അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കറക്റ്റ് 12 മണി മാറാപ്പള്ളിയില്ല ചാമക്കാലപ്പള്ളിയില്ല മണി അടിക്കുക ആണെങ്കിൽ ആ 12 അടിക്കുകയും പുള്ളി മേശപ്പെട്ട് ആ സമയത്ത് ഈ പ്ലേറ്റിനകത്ത് ചൂട് പൊങ്ങണം, ആവി പൊങ്ങണം. ചൂട് ചോറും 2-3 കൂട്ടം കറി റെഡി ആയിരിക്കും. നമ്മുടെ ഭാര്യയോട് പറഞ്ഞ അടി ഉറപ്പാ. ഏത് പെണ്ണുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാലും അടിയല്ല ചിലപ്പോൾ പരവനെ പൊക്കി കഴിക്കും. അത് അപ്പച്ചൻ നിർബന്ധമാണ്. 12 മണി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോറ് കഴിഞ്ഞ് ഒരു ഉപ്പുമാങ്ങ അത് മാങ്ങ പഴുത്ത് കിടക്കാനും ശരി. ഉപ്പുമാങ്ങ അവിടെ 12 മാസവും ഉണ്ട്. മാംഗോ പിക്കിൾ അത് ഈ മീൻ മപ്പാസ് ആണെങ്കിലും ശരി, ഇറച്ചി കൊണ്ടതാണെങ്കിലും ശരി, ഇതെല്ലാം കഴിപ്പ് കഴിഞ്ഞിട്ട് വേറെ ഒരു തരം ചോറ് ഇട്ടിട്ട് അതിനകത്തോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് കഴുകി നേരെ വെള്ളി പോകും. പിന്നെ നേരെ വീട്ടിലോട്ട് മുറുകിയല്ല, വലിക്കുകയല്ല, ഇതൊന്നും ചെയ്യുകയല്ല. നേരെ വെള്ളി പോകും. നേരെ എങ്ങനെ കിടക്കുന്നു. സായിപ്പായിരുന്നു കണ്ട എന്നെ കളറാൻ എന്നിട്ട് പോയി കിടക്കും ഒരു 1-1.5 മണിക്കൂർ. അതിന് ശേഷം പിന്നെ പുള്ളി അവിടെ ഉണ്ടാക്കുന്ന കാപ്പിയും കാര്യങ്ങളും ഒക്കെ വൈകുന്നേരം എല്ലാ ദിവസവും ഈ കയർ കിട്ടിയിരിക്കുക. മുറ്റത്തിന് ചുറ്റും കയർ കിട്ടിയില്ല. കയറിട്ട് എന്ന് വെച്ചാൽ ഈ ലോക വിചാരങ്ങൾ മുഴുവൻ പുള്ളിക്ക് അറിയുകയും ചെയ്യും. വല്ലവരൊക്കെ വരും വർത്താനം പറയാൻ പറ്റും. പണ്ട് മുതൽ കണ്ണിന് പ്രശ്നമുണ്ടോ? എടാ പണ്ട് മുതലല്ല, ഇപ്പൊ കുറെ പ്രായമായതിനു ശേഷം ഷുഗറാണ്. ഷുഗർ പ്രധാന ഷുഗറാണ്. ഏറ്റവും അവസാനം വന്നിട്ട് പുള്ളിയെ ഇത് ചെയ്യുന്നത് നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റൽ തുടങ്ങി. കാരിത്താസ് ഹോസ്പിറ്റൽ തുടങ്ങിയതിനു ശേഷം ആദ്യം അവിടുത്തെ സർജനായിട്ട് വന്നത് ജർമ്മനിയിൽ നിന്നുള്ള ഡോക്ടറാണ്. നമ്മൾ സാഹിബ് ഡോക്ടറുടെ പേരെന്തായിരുന്നു? ശരിക്കറിയാവടി ആദ്യത്തെ ഡോക്ടറുടെ പേര്? അല്ല, കാരിത്താസിലെ ആദ്യത്തെ ജർമ്മൻ ഡോക്ടർ അയാളായിരുന്നു. അപ്പോ അയാളവിടെ അയാളുടെ അസിസ്റ്റന്റ് ആയിരുന്നു 10 വർഷത്തെ. അപ്പോ 10 വർഷത്തായി കാരിത്താസിൽ അങ്ങനെ പോകാൻ പറ്റില്ല. അന്ന് ചാനയോ 2 വിട്ടു. എന്നിട്ട് വരാം ഡോക്ടറോട് വരാൻ പറഞ്ഞു. നോക്കണം, ഡോക്ടറോട് വരാൻ പറയണം വീട്ടില്. ചെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ട് കാരിത്താസിന്റെ. അവർ പോവും. 10 ദിവസം മൊത്തം പിറ്റേ ദിവസം അത് വരുവാന്നൊക്കെ പറഞ്ഞു.
അംബാസഡർ കാറാണ് വരുന്നത്. ആഹാ. പത്രോസ് എന്ന് പറഞ്ഞാൽ അന്ന് ഹരിദാസന്റെ സായിപ്പ് കഴിഞ്ഞാൽ അടുത്ത സർജന വലിയ അന്നും സായിപ്പുകളാണ് നമ്മുടെ നമ്മുടെ തറയ ബിഷപ്പിന്റെ ഇരിക്കുന്ന സമയത്താണ് കാരിത്താസ് പണിയുന്നത്. അതിന് ശേഷം തറയ ബിഷപ്പാണ് ആദ്യമായിട്ട് ഈ സായിപ്പിനെ കൊണ്ടുവന്നത്. പുള്ളിയും ജർമ്മനി സായിപ്പും സാഹിബിന്റെ മദാമയും ഒരു പട്ടിയുണ്ട് പുള്ളി. അപ്പൊ അവിടെ വന്നിട്ട് പത്രോസ് വന്നു. അപ്പൊ എനിക്കറിയാം, ഞാൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അപ്പൊ ഞങ്ങൾ മാറി നിൽക്കുന്നു. പത്രോസ് വന്നു പിറ്റേ ദിവസം അതിന് തോട്ടൊന്നുമില്ല. പോയി ആയുധയിൽ കൊണ്ടുപോയി കാലം മുറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അതോടുകൂടി പുള്ളി മരിക്കുന്നു. അതാണ് പുള്ളിയുടെ ഒരു കുടുംബൂരൊക്കെ ചെല്ലുമ്പോഴേ അന്ന കാലത്തുള്ള ഒരു ഫോട്ടോ, ഫാമിലി ഫോട്ടോ, ഈ സ്റ്റുഡിയോക്കാരൻ വരുന്നത് അതിനെപ്പറ്റി അമ്മ ഏതോ പ്രതിപാദിക്കുന്നത് ഞാൻ എൻ്റെ ഓർമ്മയിലുണ്ട്. പല കുടുംബങ്ങളിലും അതില്ലല്ലോ അന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കുക. പുള്ളി ഈ ചാകോമാപ്പഴ എന്ന് പറയുന്ന പ്രധാനമായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാൻ വലിയ ഓർമ്മയില്ല. പക്ഷെ പണ്ട് എന്റെ ചെറുപ്പത്തിൽ തീണ്ടലും തൊടിയിലുള്ള സമയം അന്ന് ഈ നമ്പൂരിമാര് തേങ്ങ അട്ടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എതിരെ ചോനോ പെരേനോ വന്നു കഴിഞ്ഞാൽ ഈ അശുദ്ധമാണ്. അപ്പോ എനിക്ക് അറിയാവുന്നതാണ് തുപ്പൻ നമ്പൂരി എന്ന് പറയുന്നതാണ് ഈ കത്തേർത്തുമനയിലെ ഏറ്റവും ശ്യാമളന്റെ അപ്പൻ. ശ്യാമളന്റെ അപ്പന്റെ അപ്പന്റെ കാലത്ത് ആണ് ഈ ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പൊ ഒരു തവണ തേങ്ങ അട്ടിച്ചുകൊണ്ട് വന്നപ്പോ ഏതോ രീതിയിൽ അശുദ്ധമായി ഉടനെ ചാക്കോമാപ്പ ഈ തുപ്പന്നമ്പൂരിയുടെ അപ്പന്റെ ഭാര്യയാണ് അവിടുത്തെ ഒരാളിനെ പറഞ്ഞു. ചാക്കോമാപ്പനോട് പറയാ ഇല്ലത്ത് വരെ വരണം. പിന്നോന്ന് പറഞ്ഞാൽ വീട്ടില് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണ ശുദ്ധീകരിക്കണം. അപ്പൊ ക്രിസ്ത്യാനി ആയിട്ടുള്ള ആളുടെ പണിയാണ് കാര്യം പറഞ്ഞു. അപ്പൊ ചാക്കോമാപ്പഴ ചെന്നിട്ട് ഇത് മാത്രം ചെയ്ത എണ്ണക്കകത്തൊന്ന് തൊടുക. എണ്ണക്കകത്തൊന്ന് തൊട്ട് കഴിയുമ്പോഴത്തേനും എണ്ണ ക്രിസ്മസ് വരുമ്പോഴത്തേനും അവിടുന്ന് ഞാൻ കഴിച്ചാണ് മനയിൽ നിന്ന് തേങ്ങായി ഇവിടെ ഇല്ലാഞ്ഞിട്ട് ഓണത്തിന് കളപ്പുഴയിൽ ചാക്കോമാപ്പഴ വള്ളത്തിനകത്ത് ഏത്തക്കൊല, തേങ്ങ, ചേന അവിടെ ഇല്ലാഞ്ഞിട്ടില്ല. ഒരാളുടെ കയ്യിൽ അതിങ്ങനെ പൊക്കി പിടിച്ചൊരാണ് ഓണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പാത്രങ്ങളാണ് രണ്ട് കുടുംബം തമ്മിൽ വലിയ. അതുപോലെ അവിടെ ഒത്തിരി അടിയാന്മാരും കുടിയാന്മാരും ഉണ്ട്. കുറുമുള്ളൂര് ആ ഭാഗത്ത് എന്താ പറയുന്നത് മുഴുക്കുളക്കര അല്ല നമ്മളാ തിരിയുന്ന അവിടെ കുറെ പെലന്മാരും പരിപാടികളും എല്ലാം ഉണ്ട്. പുലിച്ചാച്ചന് ഈ കുറുമുളത്തെ അപ്പച്ചൻ ഈ ഏത്തക്കൊലയും അതേപോലെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളെല്ലാമായിട്ട് അയ്യമ്പൊട്ടനും തോമാപ്പൊട്ടനുമായിട്ട് ഈ തെനാര കളപ്പുരക്കാരുടെ എക്സ്ക്ലൂസീവ് പണിക്കാരായിരുന്നു ഈ അയ്യമ്പൊട്ടനും തോമാപ്പൊട്ടനും. അവരാ ഒരു കുടുംബമല്ലേ. പിന്നെ വന്നോളൂ. ആ കുടുംബത്ത്
3 പൊട്ടി. 3 പേരുണ്ട്, 3 കുഴപ്പമാണ്. തോമ പൊട്ടൻ, അയ്യം പൊട്ടൻ, അതിനാണ് നമുക്കറിയാം. തോമാ പൊട്ടൻ, അയ്യം പൊട്ടൻ, ചാക്കോ പൊട്ടൻ. ചാക്കോ പിന്നെ 3 പൊട്ടില്ലാത്തത്. ചാക്കപ്പൊട്ടനെ കണ്ടാലും എന്റെ ഓർമ്മയില്ല. തോമാപ്പൊട്ടനെ ചാക്കോപ്പൊട്ടൻ പണിയാൻ പോയില്ല. പിന്നെ വന്നിട്ട് 3 പൊട്ടില്ലാത്തവരാണ്. മത്തായി ചേട്ടൻ, AP ഏട്ടൻ, ഫിലിപ്പ്. മത്തായി ചേട്ടൻ ഏറ്റവും മൂത്തത്. ഏപ്പായിട്ട് നമ്മുടെ പണിയാൻ വരുവാണ്. AP ഏട്ടൻ താഴെ ഫിലിപ്പാപ്പിന്റെ വന്നത്. പിന്നെ ഫിലിപ്പ് വന്നിട്ട് ഈ കച്ചേരിയിൽ ഗുണസ്ഥൻ. അവര് മത്തായി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ വേലി കിട്ടുന്നതിനകത്ത് എക്സ്പെർട്ട്. എന്നാ വേലിയാ? മറ്റേ മുള്ളല്ല, ഇപ്പോഴത്തെ മുള്ളല്ല, കണിയാരത്തിന് കണിയാരത്തിന്. അത് കെട്ടണമെന്നുണ്ടെങ്കിൽ മത്തായി ചേട്ടനെ കൂടെ പറ്റും. കല്ലറയിലൊരു മത്തായിച്ചേട്ടൻ പോലെയായിരുന്നു മുള്ളുവലി എടുക്കൊണ്ടെടുക്കാൻ. അത് മുഴുവൻ മൊത്തം. പിന്നെ 2 പെണ്ണുങ്ങളും ഇല്ലാണ്ടാണ് അവിടെ. അപ്പൊ ഈ ആദ്യം വന്നിട്ട് തോമാപ്പൊട്ടനാണ് നമ്മുടെ വീട്ടില്. അപ്പൊ അവിടെ പണിയാനല്ല, അവൻ രാവിലെ വന്ന് സന്ധ്യാകുമ്പോഴേ പോകും. ഇല്ലെങ്കിലും ശരി അമ്മ ഇവിടത്തേക്ക് കൊണ്ട് അവനെ പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞാൽ പെണ്ണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെണ്ണൊക്കെ വലിയ കാര്യം അവനെ. ഇട്ടാവും പൈസ ഹാപ്പി ഇതെല്ലാം പറയും അവനെ. ഈ മൂക്ക ചൊറിഞ്ഞു കഴിഞ്ഞാൽ അപ്പഴേ വിളിക്കുന്ന പോലെയാണ്. ഒരിക്കലും പൊട്ടന്മാരെ മൂക്കം ചൊറിഞ്ഞ് കാണിക്കുന്നത് അതാണ് അവർക്ക് ഏറ്റവും ഭയങ്കര അരിച്ചാണ്. പൊതുവായ ഒരു പൊട്ടനെ അതങ്ങനെ അപ്പൊ ഈ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോമപ്പൊട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 100 പാത്രത്തിൽ നമുക്കങ്ങ് വിജയിക്കാൻ കട്ടുകൊണ്ട് പോകുന്ന കാര്യമില്ല. ഇവിടെ കല്ലറ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇട്ടാ ചേച്ചി പെണ്ണ് പോവാ, അല്ലെങ്കിൽ കരുവേലി പോകണ്ട നമുക്ക് വലിയ ഇട്ട. അത് പിന്നെ അവന് പറമ്പന്റെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അയ്യൻ ഇത്രയും വർത്താനം പറയത്തില്ല. ഇപ്പൊ അവരുടെയൊക്കെ മക്കൾ വിളിച്ചാൽ പറഞ്ഞിട്ട് ഇതൊക്കെ പണ്ട് നമ്മുടെ പണിക്കാരായിരുന്നടാ. ഇപ്പൊ അവരെ വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാം. കാരണം കൊടിചിരന്മാരെ വീട് പോലെ ഇറ്റലിയിലും ഇംഗ്ലണ്ടിലും അവിടെ ഇവിടെയൊക്കെയാണ് കാലം പോകുന്നത്. ഞാൻ പറയില്ല കേട്ടാ, ഇപ്പൊ പറയരുത് ഇവരെ നമ്മുടെ പണിക്കാർ അതൊക്കെ അന്ന്. ഇപ്പൊ അവരുടെ മക്കളുടെ വിലയില്ല നമുക്ക് എന്ന് പറയരുത്. അല്ല അത് അങ്ങനത്തെ ഒരു അത് എന്ന് വെച്ചാല് ഏത്തക്കൊലയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ കൃഷി നമുക്ക് കണ്ടകൃഷി, പിന്നെ കരകൃഷി, ഏത്തവാഴ. നമുക്കറിയാവുന്ന ഏത്തവാഴയുടെ കൊലയ്ക്കുന്ന സമയത്ത് ഒന്നിച്ച് കൊലയ്ക്കും. എന്ന് വെച്ചാൽ നമ്മളീ പൊട്ടാസ്യം അല്ലെങ്കിൽ അതൊന്നും ഇട്ടൊന്നുമില്ല. ഈ ചാണകവും ചാരവും പിന്നെ ഈ പിന്നെ ചാണകവെള്ളം കൂടുതലും നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് പ്രായമായി കഴിയുമ്പോഴത്തേനും മൂത്ത് കഴിയുമ്പോൾ ഒന്നിച്ച് വെട്ടണം. 10, 12, 15 കൊല ഒന്നിച്ച് വെട്ടിയേ പറ്റും. ആമാനം അതേ നമ്മുടെ തേങ്ങ വലിയ പല്ല കൊണ്ട് അപ്പൊ ഒരെണ്ണത്തിനകത്ത് ഏകദേശം 4 കൊല 5 കൊല ഏകദേശം 100 കാസ്. 100 അല്ല 4 കൊലയിലും കൂടി 100, 110 അത് കൊല വെച്ച് ഇവിടുന്ന് ചുമന്ന് കഴിഞ്ഞാൽ അരമ്പള കൊണ്ട് അതിന് വെക്കാൻ പറ്റുള്ളൂ. അവര് 2 പേരുമാണ് ചാനലാണ് കൂടുതൽ. കലവറത്ത് ഒരുത്തനും കൂടെ ചുമക്കാൻ വരുവായിരുന്നല്ലോ. അതൊക്കെ അതേക്ക് പോകുന്ന വഴിക്ക് ചുമടുതാങ്ങി എന്ന് പറയുന്ന ഒരു സാധനം അതേ വെക്കില്ല. ചുമടുതാങ്ങി ഇപ്പോഴും രാജാക്കന്മാരുടെ ഈ ചുമട് താങ്ങി അതുപോലെ തന്നെ റോഡ് സൈഡിൽ മരം വെച്ച് പിടിപ്പിക്കുന്ന അക്ബർക്കൊക്കെ കൊടുത്ത കാലത്ത് പുള്ളി ഉണ്ടാക്കിയതാണ്. അതിനൊരു പേരുള്ളത് തണൽ വൃക്ഷം വെച്ച് പിടിപ്പിക്കുക. ചുമട് താങ്ങി എന്ന് പറഞ്ഞാൽ ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് സാധനങ്ങൾ അതിന്റെ മുകളിൽ വെക്കാം.
ഒരാൾ പൊക്കത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ വേറെ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ they can take it back. അതെ, So they can offload that particular luggage and get a relaxation, and then they can put back. No assistant needed. No assistance needed. അപ്പൊ അന്നിങ്ങനെ ഈ ചന്തയ്ക്ക് പോയിട്ട് അത് പുഴയുന്ന നേരം കൊണ്ട് കച്ചവടമായി പോകും. പ്രത്യേകിച്ച് നല്ല കൊലയൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നാടുമ്പുറത്ത് കൊലയൊക്കെ ചെന്ന് കഴിയുമ്പോൾ പറയണ നേരം കൊണ്ട് കച്ചവടം. ഇതൊക്കെ പടിഞ്ഞാട്ടാ പോകുന്നത്. ആലപ്പുഴ. അല്ല, പക്ഷെ അന്ന് ഈ പെണ്ണുകണ്ടം, കുരുട്ടുകരി, അങ്ങനെ കുറെ സ്ഥലങ്ങളില്ല, കൃഷി സ്ഥലങ്ങളില്ല. പാടമുണ്ട്, നെല്ലല്ലേ അവിടെ കൂടുതൽ? അവിടെ എല്ലാം നെല്ലല്ലേ, കരഭൂമി അല്ലല്ലോ. അപ്പൊ ഇത് ആലമ്പുഴയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആലമ്പുഴയിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേനും ഉണക്കമീൻ ഇത്തിരി ഉപ്പും മുളകും ഉണക്കമീൻ മസ്റ്റാണ്. ഉണക്കമീൻ ഇല്ലാതെ ഇവിടെ വരെ അന്ന് ചോറ് കൊണ്ടുത്തരും. അതെ, നമുക്ക് അവിടെ ഒരു കൂടെ ഇല്ലായിരുന്നു. അന്ന് ഉണക്കമീൻ അത് മേടിക്കാൻ വേണ്ടി അല്ല, പച്ചമീൻ കുറുമുള്ളൂർ കിട്ടിയില്ല. അവിടെ വലിയ കുറവാണ്. കുറവല്ലേ അവിടെ. നമ്മൾ ഈ കൂടിട്ടും അത് കൊടുക്കുക, അത് എപ്പോഴും കിട്ടിയല്ലോ ഒന്നേ. പിന്നെ കിട്ടുന്നുണ്ടെന്ന് ഈ മത്തിയും അയലേക്കേ ഉള്ളൂ. അതിനേക്കാളും പേരെ ഈ ഉണക്കമീൻ മേടിക്കുന്നത്. ചില സമയത്ത് ഈ കൊലയ്ക്ക് വില കിട്ടിയില്ല. അല്ല, കുറുമുള്ളൂർ വാലന മീനിന്റെ ഇതിന് വാല അത് വല്ലപ്പോഴും വരും. വല്ലപ്പോഴേ അത് വൈക്കത്തുനിന്ന് വന്നതാണ്. അല്ലേ? പിന്നെ പണ്ടൊക്കെ നമ്മള് തറവാട്ടിന്റെ ഇപ്പുറത്തോട്ട് മാറിയിട്ട് ആദ്യ കൽവിയിൽ നിന്ന് പോയിട്ട് വരും. അമ്മച്ചി ശനിയാഴ്ച പോകും. ശനിയാഴ്ച വൈകുന്നേരം പോയി ഞായറാഴ്ച അവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും വരുന്നത്. തിങ്കളാഴ്ച രാവിലെ വരുന്നതിക്ക് എനിക്ക് സമ്മതം. ഞാനാ പറഞ്ഞ തിങ്കളാഴ്ച വന്നാൽ മതി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം കൈപ്പഴപ്പള്ളി അപ്പം ചെന്ന് അത് അറിയാം. അന്നമ്മ വന്നിട്ടുണ്ടല്ലോ, ചെന്ന് പണിക്കാരെ വിട്ട് മീൻ ചട്ടിയുടെ പേര് മീൻചട്ടി വലിയ ഉള്ളിൽ മീൻചട്ടി, വലിയ മീൻചട്ടി. അത് അമ്മച്ച മീൻചട്ടി കൊണ്ടുവന്നതെന്ന് വീട്ടിൽ വെക്കാൻ വേണ്ടി ആ മീൻചട്ടി നിറച്ച് മീനുമായിട്ട് വള്ളത്തെ വരുന്ന ഒന്നുകിൽ വള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ചീരച്ചോതി അല്ലെങ്കിൽ ഒരു പെലയിൽ ഞായറാഴ്ച വന്നേക്കാം. കാരണം അമ്മ വന്നിട്ട് വേണം എനിക്ക് മീൻ കൂട്ടി ചോറ് അപ്പൊ വേറെ കുഴപ്പം എനിക്കുണ്ട്. കുഴപ്പം എന്റെ ബുദ്ധിമുട്ടാന്ന് ചോദിച്ചാൽ വീട്ടിലെല്ലാ ദിവസവും പണിക്കാറുണ്ട്. അയ്യോ, വീട്ടിലെല്ലാ ദിവസവും പണിക്കാറുണ്ട്. രാവിലെ ഞാൻ ഈ പണിക്കാർക്കെല്ലാം കാപ്പി ഒരുക്കണം, കപ്പ കൊടുക്കണം, മുളക് പൊട്ടിക്കണം. അല്ലെങ്കിൽ അന്നേരം പാർക്കവീട് അമ്മ നമ്മുടെ വീട്ടിൽ പണിയുന്നില്ല. അന്നേരം ഉണ്ട് ഉണക്കമീൻ അല്ലെങ്കിൽ ഇതൊക്കെ റെഡിയാക്കി ഇതൊക്കെ വെക്കണം. കാരണം ഇത് വെക്കണമെങ്കിൽ സന്തോഷം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊണ്ടാണ് കണ്ണും നല്ല സുഖമായിട്ട് മറ്റുള്ളവരോട് മറ്റേ മീൻ കൂട്ടി ചോറുണ്ടാവും. ലക്ഷ്മി ചോദ്യത്തെ കായ്ക്കുവരും നമ്മൾ അവര് വരെ ലക്ഷ്മി ചോദ്യം പാർക്കവീട് പൽക്കുടന്റെ അമ്മ അങ്ങനെ പലരും ഉണ്ടായിരുന്നു. മിച്ചടിക്കുമായിരുന്നു, പാത്രം തേച്ചുമായിരുന്നു, അതൊക്കെ ചെയ്യും. അടുക്കളയിൽ പണിയുമായിരുന്നു. ഇതിന്റെ പൈ പറഞ്ഞ അല്ലെങ്കിൽ അമ്മായി കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു താനിപ്പോ ഒരു കുട്ടിയെ ചെയ്ത് ഈ പണിയൊക്കെ ചെയ്യാൻ അറിയാമായിരുന്നു. പണ്ടിതൊക്കെ നമുക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ അതെല്ലാം മറന്നുപോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ച് അപ്പച്ചൻ നട്ട ചേമ്പ് മാന്തിയിട്ടുണ്ട്. അപ്പച്ചൻ ഇങ്ങനെ ഇതില്ലേ ഈ പൊതിമടൽ ഇങ്ങനെ കമത്തി വെക്കും. എന്നിട്ടാണ് ചേമ്പിന് നേരം കിഴങ്ങ് കൂടുതലുണ്ട്. അത് ഞങ്ങൾ മാന്തി എടുത്തിട്ട് പൊതിമടൽ വീണ്ടും അവിടെ വെക്കും. ഈ അമ്മായി ജർമ്മനിക്ക് പോകുന്ന ആ കാലഘട്ടത്തെ പറ്റിയിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പോഷർ എടുത്താലോ? ചോദിക്കേ അമ്മായിയോട്. അമ്മായി ജർമ്മനിക്ക് പോകുന്ന കാലഘട്ടത്തെ പറ്റി അമ്മായി എത്ര വയസ്സിൽ അമ്മായി പോകുന്നത്? ഞാൻ 19ാമത്തെ വയസ്സില് ജർമ്മനി. എനിക്ക് പിന്നെ ആദ്യം വീസ വന്നത് അത് തള്ളിപ്പോയി. വീസ കിട്ടിയില്ല. അതെന്താന്നറിയോ, അന്ന് ജർമ്മനിക്ക് പോകുന്ന പെൺപിള്ളേരെ പറ്റി മോശമായിട്ട് നാട്ടിലെ റിപ്പോർട്ട് ചെയ്ത് ഇവരെല്ലാം ഇവിടെ വന്ന് പിന്നെ ചള്ളു പണികളൊക്കെ ചെയ്യുന്ന, വീട്ടുവേലയെ ചെയ്യണ, സായിപ്പന്മാരുടെ പാത്രങ്ങളൊക്കെ കഴുകാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അപ്പം ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ച് ഇങ്ങനെയുള്ള പണികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീസ ക്യാൻസലായിട്ട്. അത് കൂടാതെ കൊണ്ട് ഈ വിട്ടോണ്ടിരുന്നത് വന്ന ഒരു അച്ഛനായിരുന്നു, ശ്രീയക്കച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതച്ഛനെന്ന് നിൽക്കില്ല, നമ്മുടെ പേര് മാത്രം അറിയാം, ശ്രീയക്കച്ചൻ. എന്നിട്ട് എന്റെ പേര് അന്നമ്മ ശ്രീയക്കെന്ന. അന്നമ്മ ശ്രീയക്കെന്ന. അപ്പൊ ഞാനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നുള്ള ഇതാ ആ പേരിൽ അത് ക്യാൻസൽ ആയി പോയത്. എന്റെ കൂട്ടത്തിൽ പോകാതിരുന്നവള് അവിടെ കയറിപ്പോയി.
ഞങ്ങൾ പിന്നെ രണ്ടാമത് വിസയ്ക്ക് പിന്നെ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി. എനിക്ക് ടിക്കറ്റ് എടുത്തത് ഡിസംബർ 3-ാം തീയതി. ഡിസംബർ 3-ാം തീയതി കണക്കരപ്പള്ളി പെരുന്നാളാണ്. അതൊന്നും കൂടണ്ട, പൊയ്ക്കൊന്നും ഇനിയും ഒരു പ്രശ്നം കൂടെ വരണ്ടെന്ന് വിചാരിച്ചുണ്ട്. അങ്ങനെ 2-ാം തീയതി വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഞാൻ പോയി ബോംബെ ചെന്നപ്പോഴത്തെ അമ്മച്ചിയുടെ ആങ്ങളുടെ ഒരു മകനും വലിയമ്മച്ചിയുടെ അനിയത്തിൻ്റെ മകനും ബോംബെയിലുണ്ട്. അവർ രണ്ടുപേരും കൂടെ എനിക്ക് NOC ഒക്കെ എടുത്തു തന്നു. എന്നെ വന്ന് എനിക്ക് അറിയാനാണ് സത്യം പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഇതൊക്കെ അതെല്ലാം എല്ലാം എടുത്തു തന്ന് എന്നെ കയറ്റിവിട്ട് ഞാൻ പോന്നു. ആരും കൂട്ടൊന്നുമില്ല, ഒരു കൂട്ടുമില്ല. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറി പോന്നു. ഫ്രാങ്ക്ഫർട്ടിൽ വന്ന് അമ്മയുടെ സൈഡിൽ ഏതോ ഒരു മനുഷ്യൻ ഇരുന്നെന്ന് പറഞ്ഞു. അതെന്താ ഞാൻ ഓർമ്മക്കൊണ്ടിരിക്കും. സൈഡ് ചെയ്തെന്ന് ഒരു ജപ്പാൻകാരോ ഏതാണ്ട് ഒരു മനുഷ്യനുണ്ടാകുന്നത് സൈഡ് ചെയ്ത് കഴിക്കാൻ നേരത്ത് അത് നോക്കിയ ജപ്പാൻകാരനല്ല, ഒരു ശ്രീലങ്കക്കാരനായിരുന്നു. ഒരു നല്ല തടിയും പൊക്കമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കഴിക്കണ എങ്ങനെ നോക്കിക്കൊണ്ടാ ഞാൻ ഈ മീൻ ഇതുകൊണ്ട് കഴിക്കണത്. എനിക്കറിയാമോ, ഞാനിതെല്ലാം കൊണ്ട് തോട്ടി തിന്നിട്ടുള്ളത്. സ്പൂണും ഫോർക്കും വെച്ചിട്ട് എന്നിട്ട് അത് ഇറങ്ങിട്ട് നോക്കിക്കൊണ്ടാ ഇത് ഞാൻ കഴിക്കുന്നത്. അത് പിന്നെ പുള്ളി ഏതാണ്ടൊക്കെ ഇച്ചിരിയൊക്കെ പറഞ്ഞു. ഞാനും അതിന് ഏതാണ്ടൊക്കെ ഇച്ചിരിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ പിന്നെ ശ്രീലങ്കയ്ക്ക് വരണം അതായത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒക്കെ വന്നതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഫ്രാങ്ക്ഫർട്ട് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നല്ല തണുപ്പാണ്. ഡിസംബർ 3-ാം തീയതി ജനുവരി. എൻ്റെ ഒരു സ്കാർഫ് ഉണ്ട്. ആ സ്കാർഫ് എനിക്ക് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. തൊടുപുഴത്ത് ചേട്ടനൊക്കെ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചെന്നാണ്. എന്നാ തുണിയാന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പറ്റില്ല. വളരെ സോഫ്റ്റാ ഇപ്പോഴും. ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ജെയ്സിക്ക് കൊടുത്ത് ജെയ്സി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അനീഷയ്ക്ക് എടുത്ത് അവള് ഷാറായിട്ട് കെട്ടിക്കൊണ്ടിട്ടുണ്ട്. ഇപ്പോഴും അതിന് ഒരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. ഞാൻ തലയിലൊക്കെ കെട്ടി അന്ന് സ്കാർഫൊക്കെ കെട്ടിക്കൊണ്ട് പോകും. പ്ലെയിനിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെ പോട്ടെന്ന് അറിയാൻ മേല. മനുഷ്യര് പോകുന്ന ഒഴുക്കിന് ഞാനും കൂട്ടത്തിലങ്ങ് ഒഴുകിയെന്ന് പറയാം. അവിടെ ചെന്ന് പെട്ടിയൊക്കെ എടുത്ത് പുറത്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരു സിസ്റ്ററും പിന്നെ എൻ്റെ കൂട്ടത്തിൽ ആദ്യം വരാനിരുന്നവള് നേരത്തെ പോന്നൊന്നും വന്നില്ല, അവളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ലിപ്ഷാട്ടിൽ വന്ന് ഇറങ്ങിയെന്ന് പറയാം. അന്ന് സിറിയക്കച്ചൻ ഇവിടെ ജർമ്മനിയിലാണോ അതോ നാട്ടിലാണോ? സിറിയക്കച്ചൻ കുറെ പെണ്ണുങ്ങളെ കയറ്റി വിട്ടിട്ടുണ്ടെന്ന് അറിയാം. ഈ അച്ഛൻ എവിടുത്തുകാരനാണെന്നോ ജർമ്മനിയിലാണോ ഇന്ത്യയിലാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഞങ്ങൾക്ക് ഒരു വിവരമില്ല, ഈ പേര് മാത്രമേ അറിയാവുള്ളൂ. അമ്മായിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ കാര്യം ചാൻസ് കിട്ടിയത് ഒത്തിരി പെൺപിള്ളേരുണ്ടല്ലോ. അപ്പൊ അമ്മായിക്ക് അത് കിട്ടിയത് നമ്മുടെ വലിയ വീട്ടിലെ അച്ഛൻ കുഞ്ഞച്ഛനല്ലേ അനിതയുടെ മാധവൻ. അന്ന് പുള്ളി അന്ന് അച്ഛനല്ലായിരുന്നു. അപ്പം പുള്ളി അന്ന് ജർമ്മനിയിലോ ഇറ്റലിയിലോ എനിക്കറിഞ്ഞൂടെ, ജർമ്മനിയിൽ ഏതായാലും പുള്ളിക്ക് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇവിടെ സിസ്റ്റർ ലുസീന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തായിരുന്നു പുള്ളി അന്നേരത്തേക്ക്. അപ്പം പുള്ളി കുറെ പേരെ കയറ്റി വിട്ടു. പുള്ളിയുടെ പെങ്ങളെയും പുള്ളിയുടെ അപ്പാപ്പന്റെ മകളെ ഇങ്ങനെ പിന്നെ വേറെ കണ്ണങ്കരയുള്ള 3-4 പെണ്ണുങ്ങളെ പുള്ളിക്കാരൻ വഴിക്ക്. പക്ഷെ അന്നമ്മ ടീച്ചർ പുള്ളിക്കാരൻ്റെ അമ്മ ഇതെല്ലാം മാനേജ് ചെയ്തത് എല്ലാം ചെയ്ത് കയറ്റി വിട്ടത്. അപ്പം അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു ചാൻസ് വന്ന് പിന്നെ അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ 10 പേരില്ലേ, പിള്ളേർ ഒത്തിരി പേരില്ലേ, ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും കയറ്റി വിടണമല്ലോ. അപ്പം ചേച്ചി നേഴ്സിങ്ങിന് പോയി, ചേച്ചിനെ നേരത്തെ കെട്ടിച്ചു വിട്ടു. ഇനിയിപ്പം എൻ്റെ കൂടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മളെ നേഴ്സിങ്ങിന് ജർമ്മനിക്ക് വിട്ടെന്നാലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്നമ്മ ടീച്ചറിനൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നമ്മ ടീച്ചർ അച്ഛനോട് പറഞ്ഞ് 2 സീറ്റ് തന്നു. ഒന്ന് എനിക്കും. എന്നിട്ട് പറഞ്ഞു പാപ്പച്ചൻ തീരുമാനിച്ചു മറ്റേ സീറ്റ് ആർക്ക് കൊടുക്കണമെന്ന്. അന്നേരം പിന്നെ മറ്റേ സീറ്റ് വാസ്തവത്തിൽ വിചാരിച്ചത് അമ്മച്ചിയുടെ ആങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് ഈ പിന്നെ കൊരസാറുമായിട്ട് അമ്മ ടീച്ചറിന് അവരുടെ പിന്നെ പെങ്ങണം മകളാ. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞ്, സാറേ അത് വേണ്ട, നമുക്ക് ഗുണമിക്കും ഉണ്ടല്ലോ 5 മക്കള്, അവന്റെ ഒരു മകളെ കൂടെ കൂട്ടി വിടാന്ന് പറഞ്ഞു. അതിന് കഷ്ടപ്പെടുന്നുണ്ട്, അവരെ കൂടെ പേട്ടി വിടാന്ന് പറഞ്ഞു. ഗുണമി എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞ അന്നമ്മ സാറിന്റെ അയൽവക്കവാ. അവിടുത്തെ
കിണാനാക്കര. കിണാനാക്കര അവളെ കെട്ടിവിടാന്ന് പറഞ്ഞു. വീട്ടുപേരോ? വീട്ടുപേര് വെളങ്ങാശ്ശേരില്. അപ്പം പിന്നെ അങ്ങനെയാണ് ഞങ്ങളെ രണ്ടുപേരും കൂടെ കയറ്റി വിട്ടത്. അത് പുള്ളി അപ്പം കുറെ പേരെ അങ്ങനെ പുള്ളി കുറെ പേര് ഞങ്ങളെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ ആരെയും പുള്ളി പിന്നെ വിട്ടിട്ടില്ല. ആദ്യകാലങ്ങളിലെ അനുഭവം എങ്ങനെയായിരുന്നു അമ്മായിയുടെ ജർമ്മനി ചെന്ന് കഴിഞ്ഞിട്ടുള്ള? ആദ്യ കാലങ്ങളിൽ ഇവിടെ വന്ന് കഴിഞ്ഞ് ഇവിടെ ദൈവം അനുസരിച്ച് അവിടെ കുറെ മലയാളി ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് 5-6 സിസ്റ്റേഴ്സ്. പിന്നെ മലയാളി സിസ്റ്റേഴ്സ് നമ്മുടെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവര്. പിന്നെ മലയാളി സിസ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ഞങ്ങളെ ഒത്തിരി സഹായിച്ച് പറഞ്ഞു തരുക, ഇവിടെ ഇങ്ങനെയാ, ഇവിടെ ഇതുപോലെ ചെയ്യണം, ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നൊക്കെയുള്ളത്. നമുക്ക് അല്ലാതെ വേറെ ഒരു വിവരം ഇല്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാല് പിന്നെ ഇന്റർനെറ്റിലെല്ലാം സർവ്വതും കിട്ടിയല്ലോ. അന്ന് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒരു ഡിക്ഷണറി പോലും ഇല്ല നമുക്കൊരു വാക്ക് പഠിക്കാനായിട്ട്. അവര് എല്ലാം കണ്ട് ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ ബട്ടർ ഇങ്ങനെയാ തേക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു ജർമ്മൻകാരി സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളി ടീച്ചറായിരുന്നു. പുള്ളിക്കാരത്തി ഞങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് തരുമായിരുന്നു, ജർമ്മൻ ക്ലാസ്. പക്ഷേ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഒരിക്കലും അവരുടെ അക്ഷരം ഇംഗ്ലീഷ് വേണ്ടി പറയാൻ മനസ്സിലാക്കണ്ടേ. ഇംഗ്ലീഷ് ജർമ്മനിലോട്ട് നമുക്കത് മനസ്സിലാക്കാൻ. പക്ഷെ അത് ഇച്ചിരി പാടായിരുന്നു. ആദ്യം കുറെ നാൾ നല്ല പാടായിരുന്നേ. പിന്നെ ഒടുക്കത്തിൽ ചില സമയത്ത് വിചാരിക്കും വൈകുന്നേരം മുന്നോട്ട് കിഴക്കോട്ട് നോക്കി ജനലിനോടൊപ്പം നോക്കി ദൈവം എന്റെ നാട് കിടക്കണം, അവിടെ അങ്ങോട്ട് തിരിച്ചു പോയെന്നാലും എന്റെ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു ഞാൻ പോയെല്ലാരും ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ശമ്പളം കിട്ടുന്ന ഓർക്കുന്നുണ്ടോ ജർമ്മനിയിൽ വെച്ച്? അതൊക്കെ ഓർക്കുന്നുണ്ട്. 140 രൂപയൊക്കെ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞത് എന്നതാ 140 നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ശമ്പളമായിട്ട് കിട്ടുന്നതാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. അതിനകത്തുനിന്ന് എല്ലാ മാസവും അവര് 100 രൂപ വെച്ച് 100 മാർക്ക് വെച്ച് ഞങ്ങളുടെ ഫ്ലൈറ്റിന് അവർ തിരിച്ചു പിടിക്കും. ഫ്ലൈറ്റ് എക്സ്പെൻസ് അവരാണ് എടുക്കുന്നത്. പക്ഷെ അവര് അത് റീഇംബേഴ്സ് ചെയ്യണം എല്ലാ മാസവും വെച്ച്. 1000 മാർക്കാ എന്ന് വെച്ചാൽ നല്ല പൈസ. ഇന്നത്തെ സമയത്ത് വേണമെങ്കിൽ അന്നത്തെ കാലത്ത് ബിസിനസ് ക്ലാസ് വരാം വരത്തക്ക രീതിയിലുള്ള ഭയങ്കര ചാർജ്. അപ്പൊ ചാരിറ്റി ഒന്നും അല്ലേ ചെയ്യുന്നത്? ഒരു ചാരിറ്റിയല്ല. 100 രൂപ വെച്ച് അവര് പിടിക്കും ഈ പൈസക്ക് വേണ്ടി. ടിക്കറ്റിന്റെ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെത് അതത്രയെന്ന് എനിക്ക് ഓർക്കുന്നില്ല കൃത്യം. അതും പിടിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി ഈ 140 രൂപയൊക്കെ കിട്ടുന്നത്. ആ പൈസ ശമ്പളം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ചെലവെല്ലാം കഴിഞ്ഞിട്ട് അമ്മായി ആ പൈസ നാട്ടിലോട്ട് അയച്ചു കൊടുക്കും. കുറച്ച് അയച്ചു കൊടുത്തോ? പിന്നില്ലേ 1-2 മാസം കൂടി കഴിയുമ്പോഴത്തേക്കും ഒരു 100 രൂപയൊക്കെ മെച്ചമാകുള്ളൂ. അപ്പൊ ഇല്ലന്റ് വാങ്ങിക്കണം, പിന്നെ സ്റ്റാമ്പ് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഇത്. പിന്നെ അല്ലാതെയുള്ള കണാകുണ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടല്ലേ ഇച്ചിരി പൈസ മിച്ചം വരുള്ളൂ. അപ്പം പിന്നെ ബാക്കിയുള്ള സംഗതികളെല്ലാം അവര് ഓർഡർ ചെയ്ത് തരും കേട്ടോ. ഇപ്പം ബാങ്കിൽ അക്കൗണ്ട് കൂടുക, ഇൻഷുറൻസിന്റെ ഇതെല്ലാം അതെല്ലാം അവരെ ഓട്ടോമാറ്റിക്കലി എല്ലാം ചെയ്തോളൂ. അന്ന് അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാ? മാർക്കായിട്ട് എല്ലിന്റെ അകത്ത് വെച്ച് അയച്ചു കൊടുക്കുവാണോ അതോ ബാങ്കിലേക്ക് ട്രാൻസ്ഫറോ അങ്ങനെ പരിപാടി? ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യായിരുന്നു. അപ്പൊ പിന്നെ 100 രൂപയോ അല്ലെങ്കിൽ 50 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ അയച്ചു കൊടുക്കുന്നത്. അത് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് അവരോട് പറയാം എനിക്ക് ഇത്ര രൂപ ഇന്ന അക്കൗണ്ടിലേക്ക് അയക്കണമെന്ന് നമ്മൾ ഏതെങ്കിലും പൊട്ട ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ട് അവരെ അയക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കാഷ്യറായിട്ട് ഇന്നൊരു മനുഷ്യൻ വളരെ പുച്ഛമായിട്ട് ഇങ്ങനെ നോക്കണതേ ഈ 50 രൂപ അയച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് പിച്ച തെട്ടികൾ കൊടുക്കണ പോലെയുള്ള ഇതുപോലെയാന്നുള്ളത് എനിക്കത് കഴിഞ്ഞാൽ മനുഷ്യനെ കാണരുതായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് അവർക്ക് 50 മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു തുകയല്ല അവിടുത്തെ അവിടുത്തെ ആൾക്കാർക്ക്. ജോലി ചെയ്യുന്നവർക്ക് 50 ഒന്നുമല്ല. ഇപ്പൊ ഒരു തുക 50 രൂപ അയക്കുന്നെന്ന് പറയുന്നത് അത് ഇച്ചിരിയേ ഉള്ളു സത്യത്തില്. അതുകൊണ്ടുള്ള ആ നോട്ടമാണത്. അന്നൊരു മാർക്കിന്റെ വില അന്ന് മാർക്കിന് വില 2 രൂപ അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളു.
അന്ന് അത് ഈ പൈസ നാട്ടിൽ വരുമ്പോ അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ ഭയങ്കര അവർക്ക് പർച്ചേസ് ഭയങ്കര സന്തോഷം, പർച്ചേസ് പവർ വളരെ കൂടുതലല്ലേ, പർച്ചേസ് ആ പൈസ കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. I think the maximum speed എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അച്ചാച്ചൻ എഴുതും, എന്തെങ്കിലും അതുപോലെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് എഴുതും. അപ്പം പിന്നെ ഉള്ളവർക്ക് അയച്ചു കൊടുക്കും അങ്ങോട്ട്. അമ്മായി രണ്ടാമത്തെ അല്ലേ ഇവിടുത്തെ? മൂന്നാമത്തെ ഈ പലപ്പോഴും മറ്റേ ചേച്ചി അമേരിക്കയിലുള്ളത്. അമേരിക്കയിലുള്ളത്. പലപ്പോഴും ഇങ്ങനെ അഞ്ചെട്ട് പിള്ളേരുള്ള ഒരു കുടുംബത്തില് ഒരാള് വിദേശത്താണെങ്കില് സ്വാഭാവികമായിട്ടും അവരുടെ ഷോൾഡറിലോട്ട് വരും എല്ലാ റെസ്പോൺസിബിലിറ്റിയും. അതായത് ബാക്കിയുള്ള ഇടയത്തിങ്ങളുടെ പഠിത്തം, അവരുടെ ഫീസ്, കാര്യങ്ങള്, അത് പലപ്പോഴും മൈഗ്രൻസിന് ഒരു ബേർഡനായിട്ട് വരാറുണ്ടോ? നമുക്കത് ചെയ്യും നമ്മള് ചെയ്യും. പക്ഷെ നമ്മളൊരു തിരിച്ചൊന്നും പ്രതീക്ഷിച്ചോണ്ടല്ല ചെയ്യുന്നത്. അതല്ല, യാതൊന്നും പ്രതീക്ഷിച്ചോണ്ടല്ല. നമ്മൾ കൊടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കൊന്നും വേണ്ട താനും ഒന്നും അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല. തിരിച്ച് എനിക്ക് ഏതെങ്കിലും തരണമെന്നുള്ള ഒരു ചിന്ത വന്നിട്ടില്ല. നമ്മുടെ കഷ്ടപ്പാട് അവിടെ അറിയുന്നില്ല. അവരുടെ വിചാരം നമ്മക്ക് ഇവിടെ പരമസുഖം എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്തും അങ്ങനെയാ. അങ്ങനെ തന്നെ. ഓസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ ചുമ്മാ പൈസ മരത്തേന്ന് വീഴുവാന്നേ വിചാരിക്കുന്ന നാട്ടിൽ. ഇന്നിടത്തെ ചാക്കോച്ചേട്ടന്റെ മകള് ജർമ്മനിയിലല്ലേ, അവർക്ക് അയച്ച പൈസ വരുന്നുണ്ട് എന്നുള്ള കാഴ്ചപ്പാട്. അതിനുമ്പോഴും ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പം ഞാനിത് 2014-2015 കാലഘട്ടത്തില് ഒരച്ഛൻ തന്നെ പ്രസംഗിക്കുക, ഇത്തവണത്തെ ബൈബിൾ കൺവെൻഷൻ നമുക്ക് 30 ലക്ഷം രൂപ ചെലവായി, അടുത്ത വർഷത്തേക്ക് നമുക്ക് 40 ലക്ഷം രൂപയെങ്കിലും വേണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരിൽ കുറച്ചു പേര് ഈ മക്കളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് $2000 മാറ്റി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയായി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ചെയ്യുന്നു, നമ്മൾ അതിനെപ്പറ്റി പള്ളി സെബസ്ത്യാൻ ചൂണ്ടുകാലിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. നിങ്ങൾ എത്ര പേർക്ക് കൈപൊക്കാൻ പറ്റും എന്ന് നോക്കുമ്പോ 50 പേര് ഇങ്ങനെ പൊക്കി 50 ലക്ഷം രൂപ വീണു. അപ്പൊ അമ്മച്ചി നേരത്തെ നടന്നതാണ് ഞാൻ 1 ലക്ഷം രൂപ അകമ്പുഴപ്പള്ളിക്ക് കൊടുത്തേക്കാം കൺവെൻഷൻ നടത്താൻ എന്ന് പറയുമ്പോ നമ്മൾ ആരെങ്കിലും നോ പറയൂ? ടു ബി കണ്ടിന്യൂഡ്. ഈ ടോപ്പിക് ഇവിടെ ടു ബി കണ്ടിന്യൂഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു.